എല്ലാവർക്കും സായന ടാരോട്ട് റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ എങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കും അറിയാൻ താല്പര്യം ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എങ്ങോട്ടാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് നോക്കാം. അവരെങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ കിങ് ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. അത് വരുമ്പോൾ നമുക്കിവിടെ മനസ്സിലാവുന്നത് അവരുടെ കൺട്രോൾ ഇപ്പോൾ അവരുടെ കൈവശം വേണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. മറ്റാരെയും കൺട്രോൾ ചെയ്യാൻ അവരിപ്പോൾ അനുവദിക്കില്ല. സ്വന്തം ഈഗോയും ഇച്ഛയുമാണ് അവരിപ്പോൾ ഫോളോ ചെയ്യുന്നത്, പിന്തുടരുന്നത്. സ്വന്തം തീരുമാനങ്ങളാണ് ശരിയെന്ന് അവർ വിശ്വസിക്കുന്നു. ഇമോഷന് മുകളിലാണ് അവരുടെ അംബീഷൻ ആണെങ്കിലും പ്രൈഡ് ആണെങ്കിലും. ഇപ്പോൾ അവർ സ്വന്തം കാര്യങ്ങളിലാണ് ഫോക്കസ് ചെയ്യുന്നത്, മറ്റ് കാര്യങ്ങളെക്കാളും നിങ്ങളെക്കാട്ടിൽ നിന്നാണ് ഇവിടെ മനസ്സിലാവുന്നത്. 8 ഓഫ് വൺസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവരുടെ കാര്യങ്ങളൊക്കെ ചേഞ്ച് ആവാനും, അതായത് അവർ തരുന്ന മെസ്സേജസ് ആണെങ്കിലും അവർ യാത്ര ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കാര്യം, അവരുടെ ലൈഫിലുള്ള മറ്റ് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ചേഞ്ച് ആവാനുള്ള ഒരു സാധ്യത ഉണ്ട്. അവരൊരിക്കലും കാമായിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ഒരു സ്റ്റെബിലിറ്റി ഇല്ലാത്ത മനസ്സാണ് അവർക്കെന്നാണ് മനസ്സിലാവുന്നത്. പിന്നെ 5 ഓഫ് സോർഡ്സ് ആണ് വന്നിരിക്കുന്നത്. ജയിച്ചാലും സന്തോഷമില്ലാത്തൊരവസ്ഥയിലാണ് അവരുള്ളത്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഒരു കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ് ഇവിടെ കാണുന്നത്. എനിക്ക് ശരിയാകണം എന്ന മൈൻഡ് സെറ്റാണ് അവർക്ക്. അതായത് അവർ ചിന്തിക്കുന്നത് മാത്രമാണ് ശരി എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുപോലെ റോങ് ചോയ്സസ് ഒക്കെ എടുത്ത് മുന്നോട്ട് പോവുകയാണ്. അവരുടെ ഉള്ളിൽ ഒരുപാട് കോൺഫ്ലിക്റ്റ് ഉള്ളതായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ 10 ഓഫ് വൺസ് ആണ് വന്നിരിക്കുന്നത്. ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് അവർക്കുണ്ട്. അതൊക്കെ ഓവർലോഡായിട്ടിരിക്കുകയാണ്. മെൻ്റലി അവർ ആകെ തളർന്നിരിക്കുക എന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു എക്സ്ഹോഷൻ കാരണം ഒരു ക്ലാരിറ്റി വരുന്നത് വളരെയധികം തളർന്ന ശേഷമായിരിക്കും അവർക്ക് ഇപ്പോഴുള്ള എല്ലാ കാര്യങ്ങളിലും ഒരു ക്ലാരിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അവർ പോകുന്നത് അവർക്ക് തന്നെ പിടിയില്ലാത്ത ഒരു വഴിയിലൂടെയാണെന്ന് പറയാം. എന്ത് ചെയ്യണം എങ്ങനെയാണെന്നൊന്നും അവർക്ക് തന്നെ ഒരു ചിന്തയില്ല. പക്ഷെ അവർ സ്വയം വിശ്വസിക്കുന്നത് അവരാണ് ശരി എന്ന മട്ടിലാണ് അവർ പോകുന്നത്. ഓടി ഓടി തളരുമ്പോഴായിരിക്കും അവർക്ക് ക്ലാരിറ്റി ലഭിക്കുക എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. അപ്പോൾ ഇന്നത്തെ റീഡിങ് കുറച്ച് പേർക്കെങ്കിലും റെസൊനേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു റീഡിങ്ങുമായിട്ട് കാണാം.